السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا وهدينا محمد. ഇന്ത്യൻ്റെ കാലഘട്ടത്തിൽ പരസ്പര സ്നേഹങ്ങളും ബഹുമാനങ്ങളും കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അയൽപക്ക ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിൻ്റെ കൂടിയിരിക്കുമ്പോൾ അതിലൂടെ ഒരു മയ്യത്ത് കടന്നു പോകുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. സ്വഹാബത്തിൽപ്പെട്ട ഒരു സഹാബി ചോദിക്കുന്നു, യാ റസൂലുള്ളാഹ്, എന്തിനു വേണ്ടി അങ്ങ് എഴുന്നേറ്റ് നിൽക്കണം? അത് അങ്ങയുടെ ശത്രുവായ, ഇസ്ലാമിന് ശത്രുവായ ജൂതന്റെ മയ്യത്താകുന്നു. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ പ്രിയപ്പെട്ടവരെ, അത് ജൂതന്റെ മയ്യത്താണെങ്കിലും അതൊരു മനുഷ്യന്റെ മയ്യത്താകുന്നു. അതുകൊണ്ട് തന്നെ അവന് മനുഷ്യനെന്ന നിലയ്ക്ക് നീ പരിഗണിക്കുക. മരിച്ച മയ്യത്തിനോട് മതത്തിന്റെ പേരിൽ വേർതിരിവ് പാടില്ല എന്നും, മതത്തിന്റെ പേരിൽ തന്റെ അയൽവാസി മാറ്റി നിർത്താൻ പാടില്ല എന്നും, തന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിലും അവർക്ക് വേണ്ട കടമകൾ നീ നിർവഹിച്ചു കൊടുക്കണമെന്നും, അയൽവാസികളെ ബഹുമാനിക്കണമെന്നും, മതത്തിന്റെ പേരിൽ കലഹിക്കരുത് എന്നും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രളയങ്ങൾ വരുമ്പോൾ, കൊറോണകൾ വരുമ്പോൾ, മാരകമായ രോഗങ്ങൾ വരുമ്പോൾ, വാഹനാപകടങ്ങൾ വരുമ്പോൾ നമ്മെ സഹായിക്കാൻ വരുന്നത്, നമുക്ക് വേണ്ട സഹായം ചെയ്യുന്നത് ഏത് മനുഷ്യപ്പെട്ടവരാണ് എന്ന് നാം ഓർക്കാറില്ല. അവിടെ മുസൽമാനെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവരെന്നോ മതമില്ലാത്തവരെന്നോ നാം ഓർക്കാറില്ല. മതത്തിന്റെ പേരിൽ ശരിയാതെ, മതത്തിന്റെ പേരിൽ ശങ്ക കൂടാതെ എല്ലാവരും മനുഷ്യനായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ സജ്ജമാക്കി തരട്ടെ. മതത്തിന്റെ പേരിലുള്ള നഗരത്തിൽ അല്ലാഹു ഒഴിവാക്കി തരട്ടെ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.